യുദ്ധങ്ങൾ ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതല്ല. വർഷങ്ങളോളം നീളുന്ന രാഷ്ട്രീയ പരാജയങ്ങളുടെയും ലോകത്തിന്റെ നിശബ്ദതയുടെയും ഒടുവിലത്തെ പൊട്ടിത്തെറികളാണിത്. 2025 അവസാനിക്കുമ്പോൾ ലോകം ഭയത്തോടെ നോക്കുന്ന 3 രാജ്യങ്ങളിലേക്കാണ്: സുഡാൻ, ഗാസ, യുക്രൈൻ. ഈ യുദ്ധങ്ങൾ എവിടെ നിന്ന് തുടങ്ങി, എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? സുഡാനിൽ 2023 ഇതൊരു ആഭ്യന്തര പ്രശ്നമായി തുടങ്ങിയപ്പോൾ ലോകം കരുതി ഇത് വേഗം അവസാനിക്കുമെന്ന്. പക്ഷേ ഇതിന്റെ വേരുകൾ ആഴത്തിലുള്ളതായിരുന്നു. വർഷങ്ങളോളം നീണ്ട സൈനിക ഭരണവും ജനാധിപത്യത്തെ തകർത്ത അധികാരമോഹങ്ങളുമാണ് ഒരു രാജ്യത്തെ 2 സായുധ സംഘടനയുടെ കൈകളിലെത്തിച്ചത്. സൈന്യവും പാരാമിലിറ്ററി വിഭാഗവും തമ്മിലുള്ള ഈ അധികാര മത്സരം ഇന്ന് സുഡാനെ ഒരു മനുഷ്യ ദുരന്തമാക്കി മാറ്റിയിരിക്കുന്നു. നഗരങ്ങൾ തകർന്നു, ആശുപത്രികൾ നിശ്ചലമായി, ലക്ഷക്കണക്കിന് മനുഷ്യർ ഭക്ഷണവും മരുന്നുമില്ലാതെ മരണത്തോട് മല്ലിടുന്നു. എന്നിട്ടും എന്തുകൊണ്ട് സുഡാൻ ലോകവാർത്തകളിൽ നിറയുന്നില്ല? ഉത്തരം ലളിതമാണ്. സുഡാൻ ആഗോള രാഷ്ട്രത്തിന് വലിയ ലാഭം നൽകുന്ന ഇടമല്ല. അവിടെ മനുഷ്യർ മരിക്കുന്നത് ഇന്ന് കേവലം അക്കങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞു. 2023 ഏപ്രിൽ 15 ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ രൂക്ഷ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. ദീർഘകാലം ഒരുമിച്ച് ഭരണാധികാരത്തിലിരുന്ന സുഡാൻ സൈന്യവും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള അധികാര തർക്കമാണ് ഈ യുദ്ധത്തിന് കാരണമായത്. യുദ്ധം ആരംഭിച്ചതോടെ പ്രധാന നഗരങ്ങൾ യുദ്ധഭൂമിയായി. സാധാരണ ജനവാസ മേഖലയിൽ പോലും വ്യോമാക്രമണങ്ങളും വെടിവെപ്പുകളും നടന്നു. ഇതൊരു സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് ഒരു വ്യാപകമായ സിവിൽ യുദ്ധമായി മാറിക്കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ദാഫൂർ മേഖലയിലെ വംശഗതയ്ക്ക് സമാനമായ ആക്രമണങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ഈ യുദ്ധത്തിന് ഏറ്റവും വലിയ വില കൊടുത്തത് സാധാരണ ജനങ്ങളാണ്. 2025 ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായും 1,20,00,000 പേരുടെ വീടുകൾ വിട്ട് ഒഴിയേണ്ടി വന്നതായും കണക്കുകൾ പറയുന്നു. ഭക്ഷണക്ഷാമം, ആരോഗ്യ സേവനങ്ങളുടെ തകർച്ച, രോഗവ്യാപനം എന്നിവ സുഡാനെ വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു. 2025 എത്തുമ്പോൾ ചില പ്രദേശങ്ങളിൽ സുഡാൻ സൈന്യം നിയന്ത്രണം വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ല. സമാധാന ചർച്ചകൾ പലതവണ ശ്രമിച്ചെങ്കിലും യാതൊരു ദീർഘപരിഹാരവും ഉണ്ടായിട്ടില്ല. ഇന്ന് സുഡാൻ ലോകത്തിലെ ഏറ്റവും ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിൽ ഒന്നാണ് അനുഭവിക്കുന്നത്. ഗാസയിലോട്ട് നമ്മൾ നോക്കിയാൽ ചിത്രം കൂടുതൽ ഭീകരമാണ്. പതിറ്റാണ്ടുകളെ തുടർന്ന സംഘർഷത്തിന്റെ ഏറ്റവും ക്രൂര അധ്യായമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ യുദ്ധം 2025 എത്തുമ്പോഴേക്കും അവസാനിച്ചിട്ടില്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ഗാസ പട്ടികയെ പൂർണ്ണമായ മനുഷ്യാവകാശ പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. 2025 ഗാസയിലെ ഭൂരിഭാഗ പ്രദേശങ്ങളും തകർന്ന അവസ്ഥയിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അഭയാർത്ഥികളായി. ഭക്ഷണം, കുടിവെള്ളം, മരുന്നുകൾ, ആശുപത്രികൾ എല്ലാം ഗുരുതര ക്ഷാമത്തിലോട്ടാണ് കടന്നുപോകുന്നത്. ഇസ്രായേലിൽ സുരക്ഷയുടെ പേരിൽ സൈനിക നീക്കങ്ങൾ നടക്കുമ്പോൾ ഹമാസ് അക്രമങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ല. അതിനിടെ അമേരിക്കയും അറബ് രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും സമാധാനത്തിനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധ്യമായിട്ടില്ല. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ തുടങ്ങിയ യുദ്ധം ഇന്ന് ലക്ഷ്യം വെക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ്. സ്കൂളുകൾ, ആശുപത്രികൾ തകർക്കപ്പെട്ടു. കുടിക്കാൻ വെള്ളമില്ല, ചികിത്സിക്കാൻ മരുന്നുകളില്ല. ലോകശക്തികൾ ഇതിനെ സുരക്ഷാ പ്രശ്നമായി വിശകലനം ചെയ്യുമ്പോൾ ഗാസയിലെ മനുഷ്യർക്ക് ഇത് ഓരോ നിമിഷത്തെയും അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. നയതന്ത്ര മേശകളിലെ ചർച്ചയേക്കാൾ വേഗത്തിൽ അവിടുത്തെ ജീവനുകൾ പൊലിയുന്നത് ഇന്ന് ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ്. എന്നാൽ യുക്രൈൻ ചിത്രം മറ്റൊരു രീതിയിലാണ്. 2022 തുടങ്ങിയതിൽ റഷ്യ-യുക്രൈൻ യുദ്ധം ഇന്ന് 3 വർഷം പിന്നിടുന്നു. തുടക്കത്തിൽ ലോകം ഇതിനെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണ്ട ആയുധങ്ങളും സഹായങ്ങളും വാരിക്കോരി നൽകി. 2025 ഗാസ യുദ്ധം വെറും ഒരു സൈനിക സംഘർഷം മാത്രമല്ല, അത് മനുഷ്യ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒരു ആഗോള മനുഷ്യാവകാശ ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് യുക്രൈൻ ഒരു യുദ്ധഭൂമി എന്നതിലുപരി ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിപണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ യുദ്ധം ഇന്ന് പല ശക്തികൾക്കും ലാഭകരമാണ്. ആയുധ വ്യവസായങ്ങൾക്കും രാഷ്ട്രീയ സ്വാധീനം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നവർക്കും ഈ യുദ്ധം ഒരു നിക്ഷേപമാണ്. മനുഷ്യന്റെ ജീവനേക്കാൾ മൂല്യം ആയുധങ്ങളുടെ കച്ചവടത്തിന് ലഭിക്കുന്ന കാഴ്ചയാണ് യുക്രൈനിൽ നാം ഇന്ന് കാണുന്നത്. ഇതിനിടെ യുക്രൈനിലെ റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്കായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഫ്ലോറിഡയിലെ ട്രംപിന്റെ വസതിയിൽ വെച്ചിട്ടാണ് ഈ സുപ്രധാന കൂടിക്കാഴ്ച നടന്നത്. കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയുടെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇപ്പോഴും തുടരുകയാണ്. ഡോൺബാസ് പ്രദേശം പൂർണ്ണമായും റഷ്യക്ക് വിട്ടു നൽകണമെന്നാണ് മോസ്കോയുടെ ആവശ്യം. ഈ 3 യുദ്ധങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ തെളിയുന്ന ഒരു സത്യമുണ്ട്: മനുഷ്യജീവന് ഇന്ന് ലോക വിപണിയിൽ ഏറ്റവും കുറഞ്ഞ വിലയേ ഉള്ളൂ. സുഡാനിൽ ലോകം മിണ്ടുന്നില്ല. ഗാസയെ ന്യായീകരിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു. യുക്രൈനിൽ തന്ത്രങ്ങൾ മെനയുന്നു. എല്ലായിടത്തും തോറ്റുപോകുന്നത് സാധാരണക്കാരനായ മനുഷ്യനാണ്. അത് നമ്മൾ തന്നെ മറന്നുപോകുന്നു. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഒന്നേ ഉള്ളൂ: ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ അവൻ്റെ രാജ്യം ഏതാണെന്ന് നോക്കി വേദനിക്കേണ്ടവരാണോ നമ്മൾ? ഒരു അമ്മയുടെ കണ്ണുനീര് എപ്പോഴാണ് രാഷ്ട്രീയ ലാഭമായി മാറുന്നത്?
2026 നമ്മോട് ആവശ്യപ്പെടുന്നത് യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന ലോകത്തിന്റെ ഭാഗമാകാനല്ല, മറിച്ച് അതിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കാനാണ്. യുദ്ധമില്ലാത്ത ലോകത്തിനായി നമുക്ക് കാത്തിരിക്കാം.